ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂസു ജന്നത്. ഇന്ന് എഗ്ലോണിമയുടെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്, സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള. അതുകൂടാതെ പിന്നെ എഡീനിയത്തിൻ്റെ റീപോർട്ടിങ്ങും പ്രൂണിങ്ങും കൂടി കാണിക്കുന്നുണ്ട്. എഡീനിയം എൻ്റെ വീട്ടിലുള്ള കുറച്ച് കളക്ഷനാണ്, അത് ഞാൻ ഏതായിട്ട് റീപോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എഡീനിയത്തിന് നീണ്ട കോല് പോലെ നീണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്യുക. ഇങ്ങനെ നല്ല പുതിയ ബ്ലേഡ് എടുക്കണം, ഇൻഫെക്ഷനൊന്നും ഇല്ലാണ്ടാക്കാൻ. കട്ട് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നീരൊക്കെ തുടച്ചിട്ട് അവിടെ സാഫ് പുരട്ടുക. അതുപോലെ പോട്ടുന്നു അത് എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ വേരുകളെല്ലാം ഉണ്ടാവും. പിന്നെ ആ കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിനൊന്ന് ഫ്രഷ് ആക്കാം. ആ ഭാഗത്തൊക്കെ നമ്മൾ സാഫ് പുരട്ടണം കേട്ടോ. കൂടുതൽ എവിടെയൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സാഫ് പുരട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അതിനെ കുറച്ചൊരു വെയിലത്തേക്ക് ഉണക്കാൻ വെക്കാം. ചിലരൊക്കെ 15 ദിവസമൊക്കെ ഉണക്കിയിട്ട് പിന്നാണ് റീപോർട്ട് ചെയ്യൽ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കാണ് എല്ലുപൊടി, ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പിന്നെ നമ്മുടെ സാധാരണ മണലും അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാം. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് സാഫ് നല്ലോണം പുരട്ടി കൊടുക്കുക. പിന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കട്ട് ചെയ്ത് അവിടെയൊക്കെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് റീപോർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം നല്ലോണം വെള്ളം നനച്ചിട്ട് വെയിലത്ത് വെക്കുക. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആദ്യം തളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങും. ഇനി നമുക്ക് എഗ്ലോണിമയുടെ 250 കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം നല്ല സൈസ് പ്ലാന്റ് ആണെങ്കിൽ 250 ആണ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം കേട്ടോ. അതിൽ വരുന്നത് ബ്ലാക്ക് ലെഗസിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സുകളാണ് ബ്ലാക്ക് ലെഗസി. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ബ്ലാക്ക് ലെഗസിൻ്റെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. പിന്നെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളും ഉണ്ട്, വലിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളും ഉണ്ട്. അതായത് ഷൂട്ടൊക്കെ ഉള്ള വലിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബ്ലാക്ക് ലെഗസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. ഒരു സിംഗിൾ ഷൂട്ട് ഞാൻ എടുത്ത് കാണിക്കാൻ കണ്ടില്ലേ. അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് ലെഗസി കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് തായ് ഫ്രോസൻ്റെ പ്ലാന്റാണ് കേട്ടോ. തായ് ഫ്രോസൻ്റെ പിന്നെ പ്ലാന്റുകളാണ് 250. ഇതൊക്കെ തായ് ഫ്രോസനാണ് കേട്ടോ. പിന്നെ റെഡ് പനാമൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. 300 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് ലെഗസിയാണ് കേട്ടോ. പിങ്ക് ലെഗസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. അതൊക്കെ 250 പിങ്ക് ലെഗസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിൻ്റെ 250 പ്ലാന്റാണ്. അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ ബ്ലാക്ക് ലെഗസി. പിന്നെ ഫിറ്റോണിയൻ്റെ പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ്സുകളാണ്. അതുപോലെ ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് സ്നോ വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. 200 250 ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ്. ഒരുപാടുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. ബുഷി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതൊക്കെ 200ൻ്റെയും 250ൻ്റെയും ഒക്കെ സൈസുള്ള പ്ലാന്റുകളാണ്. പിന്നെ അതുപോലെ ഡോണ കാർമൻ്റെ പ്ലാന്റുകൾ വരുന്നുണ്ട് ചെറിയ റേറ്റിന്. പിന്നെ വന്നിട്ട് 250 വരുന്നത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് 10 ക്യാരറ്റിൻ്റെ. അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. അത് ഈ ഒരു സൈസാണ് ഉണ്ടാവുക. 250 വരുന്ന പ്ലാന്റുകളാണ്. അതുപോലെ റെഡ് ഹെങ് ഉണ്ട് കേട്ടോ 250. അത്യാവശ്യം ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ റെഡ് ഹെങ്. പിന്നെ വന്നിട്ടുള്ളത് റെഡ് എമറാൾഡാണ്. അത് നല്ല ഭംഗിയുള്ള ഈ ഒരൊറ്റ പ്ലാന്റ് തന്നെ ഉള്ളൂ. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ കുങ്കും മജന്തൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇനി വരുന്നതൊക്കെ 200 റേറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതുവരെ ഞാൻ കാണിച്ച 250 ആണ്. ഇനി 200 വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റുകളാണ് 200ൻ്റെ. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റാണ്. അതുപോലെ ബട്ടർഫ്ലൈ, പിന്നെ പിങ്ക് ബട്ടർഫ്ലൈ, റെഡ് ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ 200ൻ്റെ പ്ലാന്റുകളാണ്. അത്യാവശ്യം ഈ ഒരു സൈസാട്ടോ ഉണ്ടാവുക. പിന്നെ വന്നിട്ടുള്ളത് അന്തിനീൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ.